ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വടക്കേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളല്ലേ, ഒരുപാട് ദിവസം ഇവിടെ ഒരു ഫ്ലെക്സ് ഇരിപ്പുണ്ട് കേട്ടോ. അത് മറിഞ്ഞ് അവിടെ കെട്ടി വെച്ച് വയ്ക്കാം, മറിഞ്ഞ് വീഴത്തില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടെ അതിങ്ങോട്ട് വന്നു. ഇപ്പം മറിഞ്ഞ് അതിങ്ങോട്ട് മറിഞ്ഞു വന്നു. അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ദിവസമായി വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമൊന്നുമല്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുക്കി വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊച്ചിൻ്റെ 56 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോയായിരുന്നു. പോയപ്പം ഞങ്ങളുടെ കൂടെ രാജശ്രീ കുഞ്ഞമ്മയും അപ്പച്ചി മാമനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അമ്മ അച്ഛനും വന്നില്ല. അമ്മയ്ക്ക് അന്ന് ചെക്കപ്പിനൊക്കെ പോകാനുണ്ടായിട്ട് പിന്നെ എലിക്കുട്ടി അമ്മയ്ക്ക് ഇനി ഓപ്പറേഷനൊക്കെ വരുമ്പം അന്ന് പോകണമല്ലോ. അപ്പോൾ അവിടെ കൊച്ചിൻ്റെ കൂടെ നിൽക്കാനേ ഞാനും വാവയെ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ലിജീനെ നോക്കാനും പിന്നെ അവിടെ കൊച്ചും തള്ളേക്കില്ല. അപ്പോൾ അവരൊക്കെ നോക്കാനായിട്ട് അമ്മയും അച്ഛനും കൂടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ദേവനും ശ്രീകുട്ടനും പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ പോയേട്ടോ. ഞങ്ങളിവിടുത്തെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ അല്ലേ അതെ, പകുതി എത്തിയപ്പോഴത്തേക്കും എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ആലപ്പുഴ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി കേട്ടോ. ഞങ്ങളുടെ ഒരു അപ്പച്ചിയുടെ വീട്ടിൽ, ലീന എന്ന് പറഞ്ഞൊരു അപ്പച്ചിയുടെ വീട്ടിൽ കയറി. അവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അതിന് മുന്നേ കഴിച്ചായിരുന്നു. പിന്നെ യാദൃശ്യമായിട്ട് പോയ വഴിക്ക് അവിടെ കയറണമെന്നൊരു പ്ലാൻ ലിജിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പച്ചിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കയറി കണ്ടിട്ടൊക്കെ പോകുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പച്ചിയും മാമനും മോനും ഉണ്ടായിരുന്നു ഒരുമ പുറത്തേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഏകദേശം എറണാകുളമൊക്കെ എത്താറായപ്പോൾ എനിക്ക് പനി തുടങ്ങി. പനിയെന്ന് വെച്ചാൽ ഭീകരമായ പനി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടിക്കകത്ത് അത്ര നേരം എ സിക്കകത്തൊക്കെ ഇരുന്നപ്പോഴേ വണ്ടി വരുന്നത് കേട്ടോ. 2 ഇന്നോവകൾ അങ്ങനെ വണ്ടിക്കകത്ത് അത്രയും നേരമൊക്കെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് എനിക്ക് ജലദോഷം പോലെ തുടങ്ങി. പിന്നെ എനിക്ക് വയ്യ തീരെ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസം അവിടെ നിന്ന് കേട്ടോ, വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ കൊച്ചിനായിട്ട്. ഇതൊന്നും ഷൂട്ട് ചെയ്യാനെ കൊണ്ട് വരില്ല. വാവ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. എനിക്ക് തീരെ വയ്യായിരുന്നു ഇല്ലേ. അങ്ങനെ എല്ലാവരും ശ്രീകുട്ടനും ദേവനും കൂടെ ഒരു ഗിഫ്റ്റ് കുഞ്ഞിന് കൊണ്ടുപോയി. കുഞ്ഞമ്മ ഗിഫ്റ്റ് കൊണ്ടുപോയി, അപ്പച്ചി ഗിഫ്റ്റ് കൊണ്ടുപോയി, ഞങ്ങളും ഗിഫ്റ്റ് വാങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാം ഗിഫ്റ്റുമൊക്കെ വാങ്ങി പിറ്റേ ദിവസം അവിടെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ കരുതിയത് കേട്ടോ. അപ്പോൾ ഉടുപ്പ് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു അച്ചാച്ചൻ, അതായത് ഇന്നാൾ ഞങ്ങളുടെ അച്ചാമ്മ മരിച്ചായിരുന്നല്ലോ, അച്ഛൻ്റെ അമ്മ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നേരെ തൊട്ട് താഴെയുള്ള ഒരാങ്ങളേ ഉള്ളൂ കേട്ടോ. അവർ 4 പെണ്ണുങ്ങൾക്ക്, 4 പെങ്ങന്മാർക്ക് ഒരാങ്ങളായിരുന്നു, അതായത് അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൽ. അപ്പോൾ ആ മാമൻ, അച്ഛൻ്റെ മാമൻ മരിച്ചു. അപ്പോൾ ഞങ്ങൾ വളരെ അവിടെ പങ്കെടുക്കേണ്ട ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ തിരിച്ച്, അങ്ങനെ വളരെ ഒരു പെട്ടെന്നുള്ളൊരു യാത്രയും പെട്ടെന്നുള്ളൊരു തിരിച്ചു പോക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ആ സമയത്ത് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇടുക്കിയിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് പോയ വഴിക്ക് നമ്മൾ മെയിനായിട്ട് പോയത് എറണാകുളം വഴി പോയതിൻ്റെ കാര്യം, എറണാകുളം വഴി ചുറ്റാണ്. അപ്പോൾ അതുവഴി പോയതിൻ്റെ കാര്യം നമ്മൾ പെരുമ്പാവൂർ പോയിട്ട് നമ്മുടെ ആ ലിജിയുടെ ഒരു എക്യുപ്മെൻറ്റ്, വാക്കിംഗ് എക്യുപ്മെൻറ്റ് നമ്മൾ അവിടെ പോയി നേരിട്ട് കണ്ട്. ആ സമയമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യാത്തൊരു 4 മണി സമയത്തായിട്ടോ അവിടെ പോയി കാണുന്നത്. ഒട്ടും വയ്യായിരിക്കുന്ന സമയത്താണ്, എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഇത്രയും പേര് വണ്ടി ഓടിച്ച് അങ്ങ് വീട്ടിലെത്തിക്കണം, എങ്ങനെയും എത്തിക്കണമല്ലോ. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് അങ്ങനെ അവിടെ കണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ലിജിക്ക് വേറൊരു എക്യുപ്മെൻറ്റ് കൂടെ, വേറെ നടക്കാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് കൂടെ വാങ്ങി. നമുക്ക് ഒറ്റ എക്യുപ്മെൻറ്റ് വാങ്ങാനേ പ്ലാനുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു എക്യുപ്മെൻറ്റ്. അപ്പോൾ ലിജി ഇങ്ങനെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചോദിക്കും, ലിജിക്കൊരു വിഷമമുണ്ടല്ലോ എന്തുവാണെന്ന് കേട്ടോ. ഇവള് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുന്ന ഈ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടിപ്പുറത്തെ ഒരു റിസോർട്ട് പണിയുന്നുണ്ടേ. ആ റിസോർട്ടിൻ്റെ ഭാഗത്ത് ഇവിടം വരെ വന്ന് ഞങ്ങൾ വടക്കേ വീട്ടിലോട്ട് പോവുക. അച്ചാമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു വിഷുവിൻ്റെ സമയത്ത്. അപ്പോൾ അച്ചാമ്മ ഡിസ്ചാർജായി വന്നേട്ടോ. അച്ചാമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് അതാണ് കേട്ടോ അച്ചാമ്മ. അതായത് അച്ഛൻ്റെ അമ്മ നേരത്തെ മരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം വയസ്സായിട്ടൊക്കെ ഇരിക്കുമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളെന്താ അവിടെ കാണാൻ വേണ്ടി പോയി. ഇവിടെ വന്നിട്ടപ്പോൾ ഈ കഥ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇടുക്കിയിൽ നിന്ന് നേരെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്ന്. അപ്പോൾ ലിജിയുടെ എക്യുപ്മെൻ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ലിജിയുടെ പാരൽ ബാറിൻ്റെ കൂടെ വേറൊരു എക്യുപ്മെൻ്റ് കേട്ടോ. അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം.
അത് അവർ ചെയ്യണം കേട്ടോ. എല്ലാം നമ്മൾ ഓർഡർ കൊടുത്ത് പൈസ അഡ്വാൻസ് കൊടുത്താലേ ചെയ്യത്തുള്ളൂ അവർ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പോയി കണ്ടത്. പെരുമ്പാവൂർ കോടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റീൽ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു അവിടെയാണ് നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു ഹാർനസ് മേടിച്ചിട്ടുണ്ട്. ഹാർനസ് എന്ന് പറഞ്ഞൊരു ബെൽറ്റ് ഉണ്ടോ, ലിജിനെ ഇങ്ങനെ ഉയർത്തി നിർത്താൻ സഹായിക്കുന്ന ഒരു ഹാർനസ് പറയുന്ന ഒരു ബെൽറ്റ് ആട്ടോ. ഇങ്ങനെ ഇവിടെ കാലിൻ്റെ അടുത്തും തോളയിലും ഒക്കെ ഇട്ടിട്ട് ഉയർത്തി നിർത്തുന്ന ഒരു ബെൽറ്റ് ആട്ടോ. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടി നമ്മുടെ റൂഫിൻ്റെ താഴെ ഒരു ബാറ് വെച്ചിട്ടൊരു പാളം പോലെ പണിയണം കേട്ടോ. റെയിൽ പോലെ പണിയാനുണ്ട്. അത് നമ്മുടെ പ്രവീൺ ബ്രോ വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതൊക്കെയാണ് സംഭവങ്ങൾ ഇന്നത്തെ. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ശ്രീകുട്ടൻ ഇടുക്കിയിൽ നിൽക്കുക, വാവയുടെ കൂടെ അവിടെ നിന്ന്. ഇനി ഉടനെ ഞങ്ങൾ ചെല്ലുമല്ലോ, അമ്മച്ചിയുടെ സർജറി ഉണ്ടെങ്കിൽ സർജറി സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞ് അവിടെ നിൽക്കുക. ദേവൻ ഞങ്ങളോട് തിരിച്ചു പോയി. ദേവൻ ഇന്ന് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇനി പോരുന്നു. നേരെ മരണ വീട്ടിലേക്കാണ് പോയേട്ടോ. മരണ വീട്ടിൽ ചെന്നപ്പോൾ നമ്മളെ അറിയുന്ന ഒരുപാട് നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന ഒരമ്മ ഉണ്ടായിരുന്നു കേട്ടോ, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. ആ അമ്മേനെ കണ്ടു. കുറേ പേര് അവിടെ വെച്ച് കണ്ടു കേട്ടോ, അല്ലേ ജി? അതെ, അവിടെ വെച്ച് കണ്ട്. പിന്നെ ഞങ്ങളുടെ അപ്പച്ചിക്കും മാമനും എന്ന് വെച്ചാൽ അവർ ഒരുപാട് ഇങ്ങനെ വീട് വിട്ടെന്ന് അധികം യാത്ര ഒന്നും ചെയ്തിട്ടില്ലാത്തവരാട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഞങ്ങൾ ഇടുക്കി കാണിക്കാതെ കൊണ്ട് പോയത്. അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അവർക്ക് സന്തോഷമായിട്ടോ യാത്രയൊക്കെ ചെയ്തപ്പോൾ. അവർക്കും അല്ലാതെ പോകാനൊന്നും വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിങ്ങനെ പോകുമ്പം നമ്മുടെ വേറെ ദൂരെ റിലേറ്റീവ്സ് ഒന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു കാര്യത്തില്ല. അപ്പോൾ ഞാൻ കരുതി അവർക്കൊക്കെ ജീവിതത്തിലൊരു അനുഭവമാണല്ലോ ദൂരെ യാത്രയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ അവരിനി പൈസ മുടക്കിയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വയ്യാണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ട് പോയത്. പക്ഷേ അവരെ 2 ദിവസം അവിടെ നിർത്തി ഇടുക്കിയിലെ നമ്മുടെ ഒരു ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല. ഇടുക്കിയിലെ വൈബൊക്കെ നിർത്താൻ പറ്റിയില്ല. നമ്മൾ പോയത് അളിയൻ്റെ വണ്ടിയിലാട്ടോ. അളിയൻ്റെ വണ്ടി എടുത്താണ് പോയത്. അങ്ങനെ 2 ദിവസം അളിയൻ്റെ വണ്ടിയിൽ പോയി പെട്ടെന്ന് വന്ന്. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനൊക്കെ അഴിച്ചു വെച്ചേക്കും കേട്ടോ. ഇതിനൊക്കെ അഴിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഈ ആഴ്ച തന്നെ കിട്ടും. അപ്പോൾ അമ്മച്ചിക്ക് ഇപ്പോൾ 15 ദിവസത്തേക്ക് മരുന്ന് കഴിക്കാൻ എഴുതി കൊടുത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് പോകേണ്ടി വന്നാലും വരത്തില്ലല്ലോ ഇനിയിപ്പോൾ. 15 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് ഇനി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയത്തുള്ളൂ സർജറി ചെയ്യണോ വേണ്ടയോ. ചിലപ്പോൾ സർജറി ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ വാവ പറഞ്ഞേ. ചിലപ്പോൾ അതങ്ങ് നീരങ്ങ് ഒട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ പിന്നെ സർജറി ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർജറി ചെയ്യാണ്ടിരിക്കട്ടെ, അതാണ് നല്ലത്. സർജറിയൊക്കെ ചെയ്താൽ പിന്നെയും ബുദ്ധിമുട്ടുകളല്ലേ. അപ്പം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വിശേഷം കേട്ടോ. ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ച് വീഡിയോ ഒക്കെ എന്താ ചെയ്തത്. വീഡിയോ ചെയ്യാൻ വെച്ചാൽ എൻ്റെ ആ പനി, അന്ന് തുടങ്ങിയ പനി ഇന്ന് രാവിലെയാണ് ഞാനൊന്ന് അല്ലേ ലിജി നേരെ ആയത്. എനിക്ക് ഭയങ്കരമായ ചുമയും പിന്നെ ശ്വാസം മുട്ടലും ഒക്കെ ആയിരുന്നു. സൗണ്ടൊക്കെ പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം ഡ്രൈവ് ചെയ്ത് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ പെട്ടെന്നൊരു തണുപ്പ് വരുന്നു കേട്ടോ. ഇടുക്കിയിലെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് തണുപ്പൊന്നുമില്ല, ചൂടൊക്കെയാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തണുപ്പായിരുന്നു കേട്ടോ. അന്നേ ദിവസം രാത്രി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. പിന്നെ ആരും അറിഞ്ഞില്ല. എല്ലാവരും ഉറക്കമായിട്ട് ഞാൻ എഴുന്നേറ്റിരുന്ന് കുറേ നേരം ഉറങ്ങാതിരുന്ന്. എന്നാലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ എല്ലാ ദിവസവും. ഞാൻ ഈ പനി വന്ന 3 ദിവസങ്ങളിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോൺ എടുക്കാതെ ഉറങ്ങി എന്നുള്ളതാണ് കേട്ടോ. 10 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും. കറക്റ്റ് എങ്ങനെ ഉറങ്ങുമെന്ന് അറിയാൻ വയ്യ, അങ്ങ് ഉറങ്ങിപ്പോവും. എവിടെയെങ്കിലും കിടന്നങ്ങ് ഉറങ്ങും, പിന്നെ എണീക്കത്തില്ല. അങ്ങനെ ഫോൺ എടുക്കാത്ത 3 ദിവസങ്ങൾ, ഫോൺ ഉപയോഗിക്കാതെ ഉറങ്ങിയ 3 ദിവസങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു. ഈ ദിവസങ്ങളിൽ അല്ലേ ലിജി? ഫോൺ ഞാൻ ലിജിയുടെ വീൽ ചെയറിൻ്റെ ബാക്കിൽ വെച്ചിരുന്നു കേട്ടോ. വൈകുന്നേരം വെച്ചിട്ട് ഉറങ്ങാൻ നേരം സാധാരണ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഉറങ്ങുന്നതാണ്. പക്ഷേ ഫോൺ ഞാൻ ആ വീൽ ചെയറിൽ തന്നെ കിടന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ തപ്പി വന്നപ്പോൾ ലിജിയുടെ വീൽ ചെയറിൻ്റെ ബാക്കിലൊരു ബാഗ് ഉണ്ട്, അതിൽ കിടക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആരോഗ്യസ്ഥിതിയിലല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. ഭയങ്കരമായ ബുദ്ധിമുട്ടായിപ്പോയി, പനിയായിപ്പോയി. എനിക്കങ്ങനെ പനി വന്നിട്ടിപ്പോൾ ഈ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. കോഴിക്കോടൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയായിരുന്നല്ലോ. പിന്നെ അതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഇടയ്ക്ക് 2 വട്ടം പനി വന്നു. പിന്നെ കുറേ കാലമായിട്ട് ഇപ്പോൾ പനി ഇല്ലാണ്ടിരുന്നതാണ് എനിക്ക്. അങ്ങനെ പെട്ടെന്ന് പനി വന്നേ. അങ്ങനെ എന്തായാലും അതൊക്കെ മാറി, ഇപ്പോൾ ഓക്കെ ആയി. പനി ഉണ്ടായിട്ടില്ലേ? കോഴിക്കോട് വന്നിട്ട് ലിജിക്കും പനി വന്നിട്ടില്ല കേട്ടോ. ലിജിക്ക് പനി വരുമ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷൻ. ലിജി പനി വരുമ്പോഴേ എനിക്ക് പേടിയായി. ഇപ്പം പഴയ പോലെ പനി വരുമെന്നുള്ള പേടി. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയും തലവേദന എടുക്കുന്നു, അവിടെ വേദന എടുക്കുന്നൊക്കെ പറയും.
അതുകൊണ്ട് വേന എടുക്കും ഇടയ്ക്കില്ലേ? ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. അങ്ങനെ വന്ന് പനി പാരസെറ്റമോൾ തരും. അമ്മയുടെ പിന്നെ പാരസെറ്റമോളൊക്കെ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ കയ്യിൽ സ്റ്റോക്കാ. മാറും. ആ അത് കഴിയുമ്പോൾ മാറും. തലവേദന എടുക്കുമ്പോൾ തലവേദന എടുക്കുമ്പോൾ പേടിയാ. പഴയതുപോലെ അസുഖം വരുന്നതാണോ? അങ്ങനൊന്നും വരത്തില്ല. അതൊക്കെ പോയുടെ അസുഖമൊക്കെ. ഇനി ഒന്നും വരുത്തൊന്നുമില്ല. പേടിക്കുന്ന എന്തിനാ വെറുതെ? അതൊക്കെ അന്നേ മാറിയില്ലേ? അങ്ങനെ എൻ്റെ പനി ഒക്കെ ഏകദേശം ഇന്ന് രാവിലത്തോടൊക്കെ മാറി. ഇപ്പോഴും ചുമയുണ്ട് കേട്ടോ. ചുമയെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ചുമയായിരുന്നു കേട്ടോ. പിന്നെ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ബോധം പോകുന്നതൊക്കെയുള്ള ചുമയാണ്. അങ്ങനെ ആവിയൊക്കെ പിടിച്ച് ഒരുവിധം ഇന്നലെ ഇച്ചിരി നേരമൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അമ്മയ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം 2 ദിവസത്തിനുള്ളിൽ മെഡിസിനൊക്കെ എടുക്കാൻ പോകണം. പുതിയ മെഡിസിൻ മാറ്റിയിട്ടില്ല. എന്നാലും അന്ന് നമ്മൾ ഈ 15 ദിവസത്തോളം മരുന്നെടുത്ത് നിർത്തിയതല്ലായിരുന്നോ അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ ഇല്ല, അത് ഒരെണ്ണം എന്തോ വേറെ ടൈപ്പ് എന്തോ കൊടുത്തതാണ്. എന്നാലും എണ്ണത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മരുന്നിന് 9 കൂട്ടം മരുന്ന് അമ്മ കഴിക്കുന്നത് കേട്ടോ, രാവിലെ വൈകിട്ടുമായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് ദിവസങ്ങൾ. പിന്നെ ഞാൻ വിചാരിച്ചേ അവരെനിക്ക് ഈ തിങ്കളാഴ്ച ഇന്ന് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് ചെയ്യത്തില്ല. അപ്പോൾ 2-3 ദിവസം കൂടെ കഴിയുമെന്നാണ് അവർ പറഞ്ഞത് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ 3 കൂടെ ഒരുമിച്ച് അയച്ചാൽ മതി. കാരണം അപ്പോൾ ഒരു വണ്ടി വിളിച്ചിട്ട് കൊല്ലത്ത് പോകണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇവിടെ ഡെലിവറി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് പോയി എടുക്കുമ്പോൾ എന്തായാലും 10-500 രൂപ വണ്ടി കൂലിയാവും. 3 എണ്ണം കൂടെ ഒരുമിച്ച് അയക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ വണ്ടിയിൽ കൊണ്ടുവരില്ല. 2-3 എണ്ണമൊക്കെ പോകണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരുമിച്ച് അയച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കരുതി എന്താ ഇനിയിപ്പം നമ്മുടെ ആ സാധനമൊക്കെ വരുമ്പം അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ആ വീഡിയോ, പിന്നെ ലിജി നടന്നു തുടങ്ങിയിട്ടുള്ള വീഡിയോ. അപ്പം ചാച്ചാ ഞങ്ങളുടെ ചാച്ചനാട്ടോ, ജോലി ചെയ്തിട്ട് പോവാം. ചാച്ചൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വേറൊരു സഹോദരൻ, ബന്ധത്തിലൊരു സഹോദരൻ കേട്ടോ. അപ്പോൾ ആ ചാച്ചൻ ജോലി ചെയ്തിട്ട് പോയിട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ അത് വരുമ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി എന്നെങ്കിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഡിലേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് അതങ്ങ് പറഞ്ഞു. ഞാൻ കരുതി ഇന്ന് വരുവാണെങ്കിൽ നാളെ തൊട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല കേട്ടോ, ഇനി 2 ദിവസം എടുക്കും. എന്തായാലും വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പ്രവീൺ ബ്രോയെ കൊണ്ട് നമ്മുടെ മറ്റേ മുകളിലെ ആ ഒരു പാളം ചെയ്യണം കേട്ടോ. അതിനകത്ത് ഒരു വീല് ഘടിപ്പിച്ചിട്ട് ലിജിക്ക് മുമ്പോട്ട് നടക്കുമ്പോഴേ ആ ലിജിയുടെ ബെൽറ്റ്, ഹാർനസ് ബെൽറ്റ് ഇട്ടതിന് ശേഷം അതിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാന്. അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ ഈ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത്. ഇനി വൈകുന്നേരം ഞങ്ങൾ അച്ചാമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയൊരു ഒരു അറിയിപ്പ് വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാവരോടും ഒരുപാട് നന്ദി. വിശേഷങ്ങൾ തിരക്കുന്ന കേട്ടോ. എനിക്ക് വയ്യാതിരുന്നുകൊണ്ട് ഞാൻ അമ്മയുടെ വീഡിയോ ഒരുപാട് ദിവസം ഇട്ടിട്ട് കേട്ടോ. അമ്മ ഒരുപാട് ദിവസം വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നിട്ട് പനിയൊക്കെ വന്ന് എനിക്കങ്ങ് ഭയങ്കര ക്ഷീണം. എപ്പോഴും കിടക്കാൻ തോന്നുന്നൊരു തരത്തിലൊരു പനിയാട്ടോ വന്നേ. ഇപ്പോഴത്തെ പനി അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇവിടെ കേരളത്തിലൊക്കെ എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. പനി വന്നാൽ ചുമ, ഒന്ന് വിട്ടുമാറാത്ത ചുമ, പിന്നെ ക്ഷീണം, എപ്പോഴും കിടക്കാൻ തോന്നും. പിന്നെ ഞാൻ ഇച്ചിരി ഡയബറ്റിക്കൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എല്ലാം ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നത് ആ ഒരു വലിയ വലിയ മനസ്സിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ലിജിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം ലിജി. അപ്പോൾ ലിജി എന്നോട് പറഞ്ഞ് ലൈവ് പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ലൈവ് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ആ ലൈവ് സമയത്ത് വരാനും പറ്റത്തില്ല. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈവ് വരാമെന്ന് കരുതിയിരിക്കുന്നത്. അപ്പോൾ ലിജിക്ക് എല്ലാ ദിവസവും ലൈവ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ആ ഒരു പാരൽ ബാർ വന്നു കഴിഞ്ഞാൽ ലിജിക്ക് എല്ലാ ദിവസവും ലൈവ് നടക്കുന്ന സമയമുണ്ടല്ലോ, അത് ലൈവ് പോകാമെന്ന് കരുതി. അപ്പോൾ ലിജി ഇച്ചിരി കൂടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ ലൈവിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ അയക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമ്പോൾ ലിജിക്ക് വായിച്ചുകൊണ്ട് അടിപൊളിയാവും അല്ലേ. ലിജിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ലൈവ് വരാനായിട്ട്. അപ്പോൾ ലൈവ് വരുമ്പോൾ ഓരോരുത്തർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ പറയാൻ ലിജിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെ എപ്പോഴും ലൈവ് വരാൻ കിട്ടത്തില്ല, അതാണ് മെയിനായിട്ടുള്ളത്. ഞാനൊന്നിൽ എവിടെയെങ്കിലൊക്കെ പോകാം കേട്ടോ. എനിക്കപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1/2 മണിക്കൂർ അവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലിജിയുടെ പാരൽ ബാർ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ലൈവ് വെച്ചിട്ട് ലിജിക്ക് നടക്കുന്ന സമയം ഒരു അരമണിക്കൂർ എന്തായാലും നടക്കുമല്ലോ. ആ 1/2 മണിക്കൂർ ലിജി ലൈവിൽ നടക്കാമെന്ന് കരുതി. അപ്പോൾ ആ ലൈവിൽ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ ലിജി കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് ഒരു ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്
അപ്പോൾ അങ്ങനെ ചെയ്യാൻ തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീഡിയോയിൽ കാണാം അല്ലേ ലിജി? എന്നാലും ബൈ പറയില്ല എല്ലാവർക്കും ബൈ. അപ്പോൾ ലിജി ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് ഈ പോരുന്ന കാരണം വിഷമമുണ്ടോ ഇടിക്കുന്നത് കൊച്ചിനെ കാണാതെ? അത് വലിയൊരു സംഭവം കേട്ടോ. ഞാൻ ലിജിയോട് പറഞ്ഞു, ലിജി അവൾക്ക് അവിടെ കൊച്ചിനെ കൂടെ നിൽക്കണം. ഞാൻ ഇപ്പോൾ ലിജിയോട് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല നീ നിന്നോ എന്ന് പറഞ്ഞു കേട്ടോ. ശ്രീകുട്ടനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. വിഷമമുണ്ടോ? അങ്ങനെ ഇവള് നിൽക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുട്ടനെ കാണാൻ നിൽക്കാൻ പറ്റില്ലേ എന്നും പറഞ്ഞൊരു കരച്ചിലും കരഞ്ഞിട്ട് എന്നെ കോടിഞ്ഞ് വന്നു കേട്ടോ. എനിക്കറിയാം ഇവിടെ നിൽക്കില്ലെന്ന്. ഞാൻ അന്നേരം അമ്മച്ചിയോട് പറഞ്ഞു അവൾ നിൽക്കുമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, അല്ലേ ഞാൻ പോവാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ ഇപ്പം വലിയ ഓക്കെ ആണല്ലോ. പണ്ട് എനിക്ക് ഇവളെ എവിടെയെങ്കിലും ഒറ്റയ്ക്കാക്കിയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴും വിഷമമുണ്ട്. ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടാകും. പക്ഷേ എന്നാലും ഞാനത് ഓക്കെ കുഞ്ഞിൻ്റെ കൂടെ കളിപ്പിക്കാൻ നമുക്ക് ഇച്ചിരി കൂടെ സന്തോഷമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഇവള് കാര്യത്തിലെടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് കുട്ടനെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി കയറി വന്നു. ആ കൊച്ചാണി കൊച്ച്. അപ്പോൾ എല്ലാവർക്കും പോയി പറയും ആ വിശേഷം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ചുമ്മാ ഇരുന്നേച്ചാ ചുമ്മാ ഇരുന്നേ. ഓട്ടോ ഉണ്ടായിരുന്നോ? ആ ശരി അച്ഛാ. ആണോ? എവിടെ ഇപ്പോൾ ആശുപത്രി പോയോ? ആ ഓ ചെക്കപ്പ് ഉണ്ടാവില്ലേ? ആ അത് നമ്മുടെ ഒരു ബന്ധു ഒരു ചാച്ചനാട്ടോ. ലിജി ആശുപത്രി തിരുവനന്തപുരത്ത് ആശുപത്രി കിടന്നപ്പോൾ ഈ ചാച്ചൻ ഇവിടുന്ന് ചോറ്, ഞങ്ങൾ 6 പേരായിരുന്നല്ലോ ആശുപത്രി ലിജിയുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ, അളിയന്, പെങ്ങള്, അച്ഛൻ, അമ്മ, അമ്മച്ചി, വാവ. ആ സമയത്ത് ലിജി ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ലിജി ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഈ ചാച്ചൻ ഞങ്ങൾക്ക് ചോറ് ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വരുമായിരുന്നില്ലേ. ലിജിക്ക് അറിയത്തില്ല. ഇപ്പോൾ കുറച്ച് മുന്നേ അമ്മ ആ കാര്യം പറഞ്ഞോളൂ ലിജി എടുത്തിൽ. ആ ചാച്ചനാട്ടോ. അപ്പം ആ ചാച്ചൻ ഇപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആ അവസരത്തിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമ്മളത് മനസ്സിൽ പെട്ടെന്ന് വന്നപ്പം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതോടെ പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. കാരണം എന്താ പറയുക, മഴ വരാൻ ഇന്ന് മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ട്. കാരണം ഞങ്ങൾ കുറേ ദിവസമായി ഒന്ന് ഇവിടെ കൊല്ലത്തെ വീട്ടിലൊന്ന് ഉറങ്ങിയിട്ട്. കാരണം ചൂട് സഹിക്കാൻ വയ്യാതെ. പിന്നെ ഒരു കൂളർ ഫാനും ഒക്കെ ഉണ്ട്, ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്ത് കേട്ടോ. അതൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നേരം ഒരു 12-1 മണി വരെയൊക്കെ ഇച്ചിരി തണുപ്പിട്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അത് ചൂടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് വരും. അതിൻ്റെ ചൂട്. അപ്പോൾ ഇന്ന് മഴ പെയ്യാനൊരു സാധ്യത പോലെ കാണുന്നു. പിന്നെ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നില്ല ലിജി. അപ്പോൾ ആ മഴ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വടക്കേ വീട്ടിൽ ഇപ്പോൾ അച്ചാമ്മയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വരണം അല്ലേ? നമുക്ക് പോയാലോ? ഇനി ബൈ പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മുടെ സാധനം വന്ന് വാക്ക് ചെയ്യുമ്പം ബൈ പറയുന്ന പറഞ്ഞിട്ട് ബൈ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് പോയല്ലേ. അല്ലെങ്കിൽ ഒന്നുകൂടെ ബൈ പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഓക്കെ.